ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുകളില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അജിത് കുമാറിനെ വെള്ള പൂശുന്നതാണ് റിപ്പോർട്ട്. മീഡിയ വൺ ഫസ്റ്റ് ഓൺ. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, അജിത് കുമാറിനെ വെള്ള പൂശുന്ന റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGPക്ക് PV അൻവർ പരാതി കൊടുത്തതിന് തെളിവില്ല എന്ന് പോലും ഈ റിപ്പോർട്ടിൽ പറയുന്നു. രേഖകൾ ഹാജരാക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. ആരോപണങ്ങളെല്ലാം വസ്തുതാപരമാണ് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശം? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിജിലൻസ് ഒളിപ്പിച്ചു വച്ച, സർക്കാർ സംവിധാനങ്ങൾ മൂടിവെച്ച അതിനിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ഇതിലുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ഇടപാടിലെ ഒരു നടപടികളിലും ADGPക്ക് പങ്കില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGPക്ക് PV അൻവർ പരാതി കൊടുത്തതിന് തെളിവില്ല. രേഖകൾ ഹാജരാക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. അതിനാൽ ഈ ആരോപണവും വാസ്തവവിരുദ്ധവുമാണെന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ കവടിയാറിൽ കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചെന്ന ആരോപണത്തിനും ഈ റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ അനുമതിയോട് കൂടിയാണ്, അതിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് വീട് പണി നടന്നിട്ടുള്ളത്. സാമ്പത്തികപരമായ ദുരൂഹതകൾ ഒന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നു. അജിത് കുമാറിന്റെ ധനസമ്പാദനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അജിത് കുമാറിന്റെ ആരോപണം, PV അൻവറിന്റെ ആരോപണം തികച്ചും വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഇതിൽ പുറത്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കണ്ടതാണ്. കോടതി എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനെ സമീപിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം. അതായത് ഇതിന് ആരോപണ വിധേയനായ MR അജിത് കുമാറിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് എന്ന നിലയിലാണ് കോടതി അതിനെ കണ്ടിരുന്നത്. എത്രത്തോളം ചില അദൃശ്യ ശക്തികൾ അൻവറിന് വേണ്ടി അജിത് കുമാറിന് വേണ്ടി ശ്രമിക്കുന്നു, സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം കോടതി ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്തിരുന്നു. പരാതിക്കാരന്റെ യാതൊരു തരത്തിലുമുള്ള മൊഴികളോ അതല്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം നൽകാൻ തയ്യാറായിരുന്ന രേഖകളോ കൃത്യമായി പരിശോധിച്ചിട്ടില്ല. ഇതൊന്നും പരിശോധിക്കാതെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകും ഏത് സാഹചര്യത്തിലാണ് കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുക. അതിനുശേഷം മറ്റ് അന്വേഷണ നടപടികളിലേക്കല്ല പോകുന്നു. കോടതി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് യാതൊരു തരത്തിലുള്ള ഫാക്ട്സും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. പൂർണ്ണമായും MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്ന, ആരോപണങ്ങളെ തള്ളിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്രയോ ആഴ്ചകളായി, എത്രയോ ദിവസങ്ങളായി ഈ റിപ്പോർട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചു, വിജിലൻസ് ശ്രമിച്ചു. നമ്മൾ ഇന്ന് രാവിലെയും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിവരം, ഈ റിപ്പോർട്ട് പുറത്തുവിടാനാവില്ല എന്നാണ് ഈ വിജിലൻസ് പൊതുഭരണ വകുപ്പ് നൽകിയിരുന്ന ഒരു മറുപടി. അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇതിന് ഒരു പൊതു താല്പര്യവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും ഇതിൽ ഇത്തരം വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ പൊതു താല്പര്യമുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുകയും ചെയ്യുന്നത്.